ഹായ് ഓൾ, ഇന്ന് ഞാൻ പോകുന്നത് പന്തളം കൊട്ടാരത്തിലേക്കാണ്. നമ്മുടെ അയ്യപ്പൻ്റെ സ്വന്തമാണ്. അയ്യപ്പൻ തൻ്റെ ബാല്യകാലം എവിടെയാണ് ചിലവഴിച്ചത്. ഏതൊരു ഉത്സവസ്ഥലത്തെ പോലെ ഇവിടെയും കുറേ സ്റ്റാളുകളും കടകളും ഉണ്ടായിരുന്നു. കൂടുതലും ഇങ്ങനത്തെ മാലകൾ, അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ കുറേ ഫുഡ് സ്റ്റോൾസ്, അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഇവിടെ റോഡിൽ നിന്നൊരു 100 മീറ്റർ താഴെയുള്ളൂ നമുക്ക് അയ്യപ്പൻ്റെ ആ ഒരു കൊട്ടാരത്തിലേക്ക് എത്താനുള്ള ദൂരം. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പന്തളം കൊട്ടാരത്തിലാണ് അയ്യപ്പൻ്റെ തങ്കേങ്കിയും കാര്യങ്ങളുമൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്ക് ശബരിമല കിട്ടുന്ന അതേ അരവണ പായസവും അപ്പവും ഇവിടെയും കിട്ടുന്നതാണ്. ഈ ഒരു കൗണ്ടറിലാണ് അത് കിട്ടുന്നത്. ആ കൊട്ടാരത്തിലോട്ട് പോകുന്ന വഴിക്ക് തന്നെയാണിതും. ഫസ്റ്റ് നമ്മൾ കാണുന്ന കൊച്ചുകോയിക്കൽ തേവാരപ്പുര. ഇവിടെയാണ് നമ്മൾ ആദ്യം നമ്മൾ വരുന്ന വഴിക്ക് കാണുന്നത്. ഇത് ചെറിയൊരു സ്പേസാണ്, ഒത്തിരി വലുപ്പമൊന്നുമില്ല. അത്യാവശ്യം പഴയൊരു ഹെറിറ്റേജ് ഫീൽ നമുക്ക് അകത്ത് കയറുമ്പോൾ ഫീൽ ചെയ്യും. ഭയങ്കര തണുപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അകത്ത് ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വെളിഭാഗമൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തത്. പിന്നെ ഇവിടെ റോഡിൽ നിന്നുള്ള ആ ഒരു തേവാരപ്പുരയുടെ ഒരു വ്യൂ ആണ് ഈ വരുന്നത്. ഒരു ചെറിയൊരു സ്പേസാണ്, അങ്ങനെ ഭയങ്കര പറയത്തക്ക വലുപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതാണ് നമ്മളെ കൊട്ടാരത്തിലോട്ട് പോകുന്ന വഴിയിലുള്ളതാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ അവിടെ ആയിട്ടൊരു അമ്പലമുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോഴാണ് പാലസിലേക്കുള്ള ഒരു വഴി നമുക്ക് കാണാൻ പറ്റുന്നത്. പാലസിൻ്റെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം ഉള്ളതാണെങ്കിലും കുറേയൊക്കെയാണ് ഭയങ്കര ജീർണാവസ്ഥയിലാണ്. ഇത് ശരിക്കും ആരും കെയർ ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പം ഇതാണ് അയ്യപ്പൻ്റെ ആ ഒരു രാജ ആ ഒരു കാലത്തെ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കാണ് രാജാവിൻ്റെ രാജ്ഞിയും. ഇതാണ് കൊട്ടാരത്തിൻ്റെയൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതാണ് ആ സൈഡ് ഭാഗമൊക്കെ ഇളകിപ്പോയ ഒരു അലുമിനിയം ഫോയിൽ വെച്ചാണ് അത് ഉറപ്പിച്ചേക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് വിഷമം വരുന്നത്. ശരിക്കും അവരത് അതേപോലെയൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് അതിരിക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ അച്ചൻകോവിലാറ്. പത്തനംതിട്ടയിലെ ഒരു പ്രധാനപ്പെട്ട നദിയാണ്. ഈ അച്ചൻകോവിലാറിൻ്റെ തീരത്താണ് ഈ പന്തളം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് കൊട്ടാരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു എന്തോ പായസം ഉണ്ടാക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ആ ഒരു ഭാഗം ഉപയോഗിക്കുന്നത്. കിച്ചണായിട്ടാണ് ഈ ഉപയോഗിക്കുന്നതെന്നാണ് തോന്നുന്നത്.